സുവർണനല്ലേ, പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം. നമുക്ക് ചില പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാഞ്ഞാൽ അത് നമ്മുടെ മതത്തെ ബാധിക്കുന്നതാണെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുസ്ലിം വേഷധാരികളായി മുസ്ലിം നാമധാരികളായവർ സ്വന്തം മതത്തെ പറയിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പലതും വീഡിയോ ചെയ്തിറക്കുമ്പോൾ അതിനെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. വ്യക്തമാക്കി പറയാം, തൊപ്പിയുടെ കൂടെയുള്ള മമ്മു അവൻ്റെ ഒരു വീഡിയോ ഇന്നലെ കാണാനിടയായി. അതിൽ തന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ പറയുന്ന മമ്മു കാണുന്നത് വരെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തു. ഇനിയിപ്പോൾ ഈ വീഡിയോ ഒരു സൈഡിൽ ഇട്ടിട്ട് ഇപ്പുറം വന്നിട്ട് വലുത്താൻ വരും. വലുത്താനെങ്കിൽ വരണ്ട, അതിലും വലിയ വലുത്തുന്ന ആളാകുമ്പോൾ തൊപ്പി അങ്ങ് ഊരി വെക്കും കേട്ടാ. അതുകൊണ്ട് മോനെ മമ്മു, നീ നിൻ്റെ കൂടെയുള്ളവരും തൊപ്പി അടക്കം ജീവിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ പെങ്ങന്മാരെയും വിറ്റുകൊണ്ടാണ്. കാരണം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരുന്നത് തികച്ചുകൊണ്ടല്ല ഉമ്മാക്കും ഉപ്പാക്കും അച്ഛനും അമ്മക്കാ. കേട്ടിട്ടില്ല, കണ്ടിട്ടില്ലേ? അപ്പം നിങ്ങൾ അവരെ വിറ്റുകൊണ്ടാണ് ഇപ്പോൾ സാമ്പത്തികം കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. പിന്നെ നിങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങൾ ആ വീടും നിങ്ങളും നിങ്ങളെ കമ്പ്യൂട്ടറും നിങ്ങളെ ചാനലും ഇതിൻ്റെ ഉള്ളിലാണ് ദുനിയാവ്. നല്ല ദുനിയാവിൻ്റെ ഉള്ളിലാണ് നിങ്ങളുള്ളത്. അതിങ്ങനെ മനസ്സിലായിക്കോ. ഇനി അങ്ങോട്ടെങ്കിലും സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ കഥ പോക്കാം. അതുകൊണ്ട് എൻ്റെ ഹൈന്ദവ സഹോദരങ്ങളോട്, എൻ്റെ സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും മറ്റുള്ളവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഇസ്ലാം ഈ പറയുന്ന ഹാമുക്കീങ്ങൾ കാണിക്കുന്ന ഇസ്ലാമല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നമ്മുടെ ഇസ്ലാമിനെ വിലയിരുത്തരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലേ മമ്മു, ഇനിയെങ്കിലും സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ല, ചിലപ്പോൾ നിങ്ങളെ ഈ വീഡിയോ കുട്ടികൾ ഒരുപാട് ഇൻസ്റ്റയിലും യൂട്യൂബിലും കാണുന്ന 18 വയസ്സും 20 വയസ്സിന് താഴെയുള്ളവരെല്ലാം ചിരിക്കാനും കളിക്കാനും ഉണ്ടാവും. പക്ഷെ പക്വതയുള്ളവർ ഇതുപോലെ പ്രതികരിക്കും. അതുകൊണ്ട് ഇനി അങ്ങോട്ടെങ്കിലും സൂക്ഷ്മത പാലിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി, മമ്മു എന്ന വ്യക്തിയെയോ തൊപ്പി എന്ന വ്യക്തിയെയോ നമ്മൾ വെറുക്കുന്നില്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മാത്രമാണ് വെറുക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മഅസ്സലാമ, ബൈ, സീ യു.